മൊത്തം കിളികൾ തിന്നിട്ട് ഇതാണ് അവസ്ഥ. ബാക്കിയല്ലാണ്ട് പൊട്ടിക്കട്ടെ, നിർത്താൻ പറ്റില്ലത്. ഇതും ഫുള്ള് കഴിച്ചു. ഉണ്ടാവുമ്പോഴേക്കും ഇങ്ങനെ കഴിച്ചാൽ പിന്നെ എങ്ങനെ? ഇതുമില്ല, ഒന്നുമില്ല. രണ്ട് ദിവസമായിട്ട് ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒക്കെ തിന്നു. ഒറ്റ ഒന്നുമില്ല കേട്ടോ, ഒക്കെ കഴിച്ചിട്ട് 2 ദിവസം ഇങ്ങോട്ട് വരാതായപ്പോഴേക്ക് സംഭവിച്ചതാണിപ്പോൾ. 2 ദിവസമായിട്ട് അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. ഇത് കണ്ടോ, ഇത് തത്തോടെ പണിയാണോ? ഇരിക്കട്ടെ. അപ്പോൾ ചോളോൻ്റെ വിളവെടുപ്പ് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. ഇത് വെച്ചനി അവരെന്നെ തിന്നിട്ട് കിളികൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. കിട്ടിയത് കൊണ്ടുപോകാം. ഡെയിലി നോക്കണം. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കയറാത്തതുകൊണ്ട് സംഭവിച്ചാണ്. അതിന് പറ്റിയൊരു ഇതായിരുന്നില്ല. അപ്പം അങ്ങോട്ടൊന്നും കയറിയിട്ടേ ഇല്ല. അതൊക്കെ ഇനി കോഴികൾക്ക് കൊണ്ടിട്ട് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇവിടെ ഇതുമ്പോൾ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും അവർ വന്നിട്ട് ബാക്കിയുള്ളതും കഴിക്കും. ഉണ്ടാവണതുണ്ട് ഇനി. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒറ്റൊന്നുമില്ല അവർ കണ്ടുപിടിക്കാത്ത. ഇതാണ് പൊട്ടിക്കട്ടെ. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചെറുതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ലേ. ആകെ കാടും പൊന്തൊക്കെ ആയിട്ടുണ്ട്. അടുപ്പിച്ച് മഴയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് പാത്തുവിൻ്റെ പ്രശ്നമൊക്കെ വന്നപ്പോൾ പിന്നെ 2 സൈഡ് തൊടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പശുക്കൾക്ക് പുല്ല് വെട്ടാൻ ഇറങ്ങിയതാണ് ഞാൻ. അപ്പോഴാണിപ്പോൾ ഇത് പൊട്ടിക്കാൻ വന്നതല്ല കേട്ടോ. മൊത്തം സാധനം പോയിട്ടുണ്ട്. അപ്പോൾ വേഗം പൊട്ടിച്ചെടുക്കുകയാണ്. ബാക്കിയുള്ളതും ഉണ്ടാവില്ലല്ലോ. ഇളയത് വരെ അവർ തിന്നിട്ട് സംഭവം നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതാണിപ്പോൾ ചോളൻ്റെ അവസ്ഥ ഉണ്ടായത്. കുത്തി കുറേ നാശമാക്കി തത്തു കിട്ടിയതായി. ഇനി ഉണ്ടാവുന്നുണ്ട്, പക്ഷേ ഇനി ഉണ്ടാവണം. ഇനി വളരൂല. അവർ കണ്ടില്ലേ. അപ്പം ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയ ചോളനൊക്കെ ഒന്ന് പുഴുങ്ങിട്ടോ. ചെറുതാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ നാടനല്ലേ. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. കുറേ വലുതൊക്കെ ഉണ്ടാവും. ഒക്കെ അതിൽ വലുതൊക്കെ തത്തോളും ഇതൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെയുള്ള താഴെയുള്ളതൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ചെറുത്ത് കിട്ടിയത് നല്ലതൊക്കെ അവർ തിന്നു കഴിഞ്ഞു. ആദ്യം ഉണ്ടായതൊക്കെ തത്തോള് തിന്നു. ഇതൊന്ന് പൊളിക്കട്ടെ. അതായത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതും ഉണ്ടാവില്ല, ഇതും കിട്ടൂല. ഇവിടെ എന്തുണ്ടാക്കിയാലും അങ്ങനെ തന്നെ കേട്ടോ. ഒരു റൗണ്ട് നമുക്ക് വിളവ് കിട്ടും, പിന്നെ കിട്ടൂല. പിന്നെ അപ്പോഴേക്കും ഇവരിത് കണ്ടുപിടിക്കുകയും അപ്പോഴത്തേനും അത് അവരുടെ കണ്ണിൽ പെടും. പിന്നെ കിട്ടൂലല്ലോ. പിന്നെ അവർ രാവിലെ നേരത്തെ വന്ന് ഇപ്പോൾ തക്കാളിയൊക്കെ പഴുക്കൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ ഒക്കെ പറഞ്ഞു. അതൊക്കെ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നാടൻ ചോളനല്ലേ. എന്നാലും ഇതൊന്ന് പിടിഞ്ഞ് നോക്കട്ടെ. അതൊക്കെ എത്ര ഇളയതാണ്. ഇനി നിർത്താൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പൊട്ടിച്ചത് നമുക്കിപ്പോൾ അതാണെങ്കിലും കിട്ടിയതൊരു സന്തോഷമല്ലേ. ഇത് കുഴപ്പമില്ല അല്ലേ. പക്ഷെ ഇതുപോലത്തെയൊക്കെയാണ് തത്തോട് തിന്ന് തീർത്തത്. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ തരവാ. എന്തായാലും ഇത് പുഴുങ്ങ.
അപ്പോൾ നമ്മുടെ ചോളം അതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. കുറേ കിളകളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കവിടെ ഇനി വെക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ളാണ് പൊട്ടിച്ചു. അപ്പോൾ എന്തായാലും വേവട്ടെ. പെട്ടെന്ന് വേവായിട്ടോ. ഇനി ഇതിലോട്ട് മോൾക്ക് ഇത്തിരി നെയ്യ് ഇടണം, കുരുമുളക് പൊടി ഇടണം. ഇനി അതും കൂടി ഒന്ന് ചേർക്കട്ടെ. അവളങ്ങനെ കഴിക്കുക. നല്ല ചൂട് ചോളൻ്റെ മേലെ അങ്ങനെ നെയ്യ് തൂവി കൊടുത്തിട്ടോ. ചോളൻ്റെ മേലെ നെയ്യ് ഇട്ട് കൊടുത്തു. കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടോ. ഇങ്ങനെയാണ് ഇവിടെ കഴിക്കൽ ഒരാൾ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം നല്ല നാടൻ ചോളവും നെയ്യൊക്കെ ചേർത്തൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞങ്ങളെപ്പോഴും ചോളം വാങ്ങി അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. സ്വീറ്റ് കോണാണ് അധികം വാങ്ങാറ്. അത് വാങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യും. അപ്പം എന്തായാലും ഇത് കഴിച്ച് നോക്കട്ടെ. ഞാനെന്തായാലും ആദ്യം ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ. ഓ എന്ത് ടേസ്റ്റാ! നല്ല ടേസ്റ്റുള്ള ചോളം കേട്ടോ. അടിപൊളി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതും നമ്മൾ വീട്ടിൽ നട്ടുണ്ടാക്കണ ചോളം എന്നല്ല, എല്ലാ പച്ചക്കറിയൊക്കെ തന്നെ എന്തൊരു മാറ്റമാണ് ടേസ്റ്റ്. പഴമാണെങ്കിലും ഒക്കെ എന്തൊരു മാറ്റമാണ്. പെരിയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണ് നമ്മുടെ തൊഴിലത്തെ പച്ചക്കറി. ഇപ്പോൾ ചോളന് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.